നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ കലഹം. ലാഭം നോക്കിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നാണ് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പ്രകടിപ്പിച്ച പൊതുവികാരം. എന്നാൽ താൻ പിന്തുടരുന്നത് വേറൊരു രാഷ്ട്രീയമാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. സഹഭാരവാഹികളോട് പറയാതെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ വിദേശത്ത് പോയതിലും ബി.ജെ.പിയിൽ അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓൺലൈനായി ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ചത്. നിലമ്പൂരിലെ മത്സരം പാർട്ടിക്ക് ലാഭകരമല്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ന്യായീകരണം. പി.കെ. കൃഷ്ണദാസാണ് മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം ആദ്യം കോർ കമ്മിറ്റിയിൽ വെച്ചത്. പാലക്കാട് നിന്നുള്ള നേതാവ് കൃഷ്ണകുമാറും മത്സരിക്കേണ്ടെന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചു. എന്നാൽ ലാഭം നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു നേതാക്കൾ ഇതിനെ എതിർത്തു. താൻ പിന്തുടരുന്നത് മറ്റൊരു രാഷ്ട്രീയമാണെന്നായിരുന്നു ഇതിനോടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. എൻ രാധാകൃഷ്ണൻ, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നിലമ്പൂരിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ നിലപാടിൽ ഉറച്ചുനിന്നു. ഇതാണ് സംസ്ഥാന ബി.ജെ.പിയിൽ കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ വിദേശത്തേക്ക് പോയതിലും പാർട്ടി നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അധ്യക്ഷൻ വിദേശത്താണെന്ന വിവരം നേതാക്കൾ അറിയുന്നത്. നിലമ്പൂരിൽ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം തകർത്തതും സംസ്ഥാന അധ്യക്ഷനാണെന്ന് ആക്ഷേപമുണ്ട്. പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. ബി.ജെ.പി. നിർദ്ദേശപ്രകാരം ബി.ഡി.ജെ.എസ്. ആയിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുക. ബി.ഡി.ജെ.എസ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് എൻ.ഡി.എ. സ്ഥാനാർത്ഥിയാകും. ഞങ്ങൾക്ക് അതിശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ഒരു നല്ല പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും തരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബി.ഡി.ജെ.എസ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. ആർ. ശ്രീജിത്ത്, 24 നിലമ്പൂർ.